തോൽവി ഭയന്നാണ് മുഹമ്മദ് റിയാസ് തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നതെന്ന് ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ. മുഹമ്മദ് റിയാസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തന്റെ ചോദ്യങ്ങൾക്ക് റിയാസ് മറുപടി നൽകിയിട്ടില്ല. റിയാസ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയതിന്റെ തെളിവ് കൈവശമുണ്ട്. കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചാൽ കോഴിക്കോടങ്ങാടിയിൽ തെളിവുകൾ പ്രദർശിപ്പിക്കുമെന്നും PV അൻവർ പറഞ്ഞു. ഒരു കാര്യത്തിനും ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല. ഇത് ജനങ്ങൾ എണ്ണി ചോദിക്കുകയാണ്. ഇവിടെ ഈ രീതിയിൽ റീൽസ് ഇട്ടുകൊണ്ട്, രാത്രിയിൽ ലൈറ്റ് ഇട്ടുകൊണ്ട്, അതിനെ മോഡിഫിക്കേഷൻ ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്ത് റീൽസ് പ്രചരിപ്പിക്കുക. ടൂറിസത്തിൻ്റെ പേരിൽ വ്യാപകമായ അഴിമതിയും കൊള്ളയും നടന്നു എന്ന് ജനങ്ങൾ പറയുക. ഫറൂഖ് PWD റെസ്റ്റ് ഹൗസ് റിനോവേറ്റ് ചെയ്യാൻ 4.5 കോടി രൂപ ചെലവഴിച്ചത് അഭിമാനകരമായ നേട്ടമായി അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അതിനെ ഞാൻ ചോദ്യം ചെയ്തു, എങ്ങനെയാണ് ഈ 4.5 കോടി രൂപക്ക് ഇതുപോലെയുള്ള ഒരു റെസ്റ്റ് ഹൗസ് റിനോവേറ്റ് ചെയ്യാൻ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ക്ലിയറൻസ് കിട്ടി എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരവില്ല. PV അൻവറിൻ്റെ പേരിൽ പറയാൻ ഒന്നുമില്ല. വ്യക്തിഹത്യ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരാണ്. അൻവർ കൊള്ളക്കാരനാണ്, അൻവർ കൊലയാളിയാണ്, അൻവർ കള്ളക്കടത്തുകാരനാണ്. ഇതെല്ലാം പറയുന്ന അവർ വ്യക്തിപരമായി ഒരു സ്ഥാനാർത്ഥിയെ നാളെ കോടതിയിൽ ഇലക്ഷൻ കേസ് ഫയൽ ചെയ്യാൻ 2 പോലീസ് കംപ്ലൈൻറ്റുകൾ മാറാടും ബേപ്പൂരും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇല്ലാത്ത അപവാദങ്ങൾ പ്രചരിപ്പിച്ചാൽ കോഴിക്കോട്ടങ്ങാടിയിൽ 35 സ്ക്രീന് വെച്ചിട്ട് ഈ വീഡിയോ നമ്മൾ പ്രദർശിപ്പിക്കും. അത് ഈ അപവാദങ്ങൾ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. വിവരങ്ങളുമായി സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ബേപ്പൂർ. അവിടെ റിയാസും അതോടൊപ്പം തന്നെ അൻവറും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് അൻവറിന്റെ പുതിയ ആരോപണം? ഹരി, PA മുഹമ്മദ് റിയാസ് PV അൻവർ വ്യക്തിഹത്യ നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് ഒരു കേസ് നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പരാതി നൽകും എന്ന് PA മുഹമ്മദ് റിയാസിന്റെ ഓഫീസിൽ നിന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിറകെയാണ് PV അൻവർ മാധ്യമങ്ങളെ കണ്ടത്. താൻ ആരെയും ഇതുവരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല, ആരെയും ആ വിധത്തിൽ അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ തനിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ബേപ്പൂരിലെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഒരു വിധത്തിലും PA മുഹമ്മദ് റിയാസിന് വ്യക്തിഹത്യ നടത്തിയിട്ടില്ല എന്നാണ് PV അൻവർ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിധത്തിലുള്ള ആക്ഷേപം തനിക്കെതിരെ തുടർന്നാൽ താൻ ചില ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചില ഓഡിയോ ക്ലിപ്പിംഗ്സുകളും ഒക്കെ പുറത്തുവിടും. നവകേരള സദസ്സിന്റെ സമയത്ത് PA മുഹമ്മദ് റിയാസ് തന്റെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ മുഖേന ചില ഇടപെടലുകൾ നടത്തിയിരുന്നു. അതിനുവേണ്ടിക്കൊണ്ട് പല ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്നും വലിയൊരു രീതിയിൽ പണം വാങ്ങിയിട്ടുണ്ട്. അതിനവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ ഭീഷണിപ്പെടുത്തിയതിന്റെ ഓഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവർ മുഖേന കൈപ്പറ്റിയ പണത്തിന്റെ കണക്കുകളുണ്ട്. കൈപ്പറ്റുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ തന്റെ കൈവശം ഉണ്ട്. തനിക്കെതിരെ ഈ വിധത്തിലുള്ള വ്യക്തിഹത്യ തുടരുകയാണെങ്കിൽ താൻ അതൊക്കെ പുറത്തുവിടും എന്ന കാര്യം കൂടി PV അൻവർ പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് PA മുഹമ്മദ് റിയാസ് ഒരു നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇതിന് പിറകെ ഇപ്പോൾ PV അൻവർ തന്നെയാണ് ഈ വ്യക്തിഹത്യ നടത്തുന്നത് എന്നാരോപിച്ചുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലുമാണ്. ശരി, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് PV അൻവർ പോര് തുടരുകയാണ്. സമീർ C. മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.